ഫുട്ബോൾ പലപ്പോഴും തോൽക്കപ്പെടുന്നവരുടെയും കൂടെയാണ്. കെവയുടെ ഹൃദയങ്ങൾ കീഴടക്കിയിരിക്കുകയാണ്. മനോഹരമായി കളിച്ചുകൊണ്ട്, ഉജ്ജ്വലമായി പൊരുതിക്കൊണ്ട് അർജന്റീന ആരാധകരുടെ പോലും ആദരവ് പിടിച്ചു പറ്റിയ സിംഹഹൃദ്യമായ പോരാളികളാണവർ. ഒരുപക്ഷെ ഇന്ന് കെവയുടെ എന്ന ടീം പുറത്തായിരിക്കുന്നു. പക്ഷേ അവരെന്തിനാണോ ഈ ലോകകപ്പിന് വരുന്നത്, ആ ലക്ഷ്യം കൃത്യമായി നേടിക്കഴിഞ്ഞാണ് അവർ മടങ്ങിയത്. ഏകദേശം 5 ലക്ഷത്തോളം മാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് കെവയുടെ. തങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തിയതിനു ശേഷമാണ് മടങ്ങുന്നത്. നിരാശപ്പെടാൻ അവർക്കൊന്നുമില്ല. ആദ്യ ലോകകപ്പിൽ തന്നെ നൗക്കൗട്ട് കളിക്കുന്നു. അർജന്റീന പോലൊരു വലിയ ടീമിനെതിരെ, ലോക ചാമ്പ്യന്മാർക്കെതിരെ പിന്നിട്ട് നിന്ന ശേഷം തിരികെ വരുന്നു. കളി എക്സ്ട്രാ ടൈമിലേക്ക് നീട്ടിയെടുക്കുന്നു. എക്സ്ട്രാ ടൈമിൽ വീണ്ടും ഒരു മനോഹരമായ ഗോൾ നേടി മത്സരം സമനിലയിലാക്കുന്നു. ലോപ്പസിന്റെ ആ കർവിംഗ് ഗോൾ മാർട്ടിനസിനെ കീഴടക്കി വലയിലേക്ക് കയറുമ്പോൾ അവിടെ ചരിത്രമായിരുന്നു പിറന്നത്. പിന്നെയും അർജന്റീന ലീഡെടുത്തു, മത്സരം വിജയിച്ചു. പക്ഷേ കെവയുടെ ആ പോരാട്ട വീര്യം ഒരിക്കലും ഒരു ഫുട്ബോൾ ആരാധകരും മറക്കില്ല. ഈ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ലോപ്പസ് തൊടുത്ത ആ മനോഹരമായ ഫ്രീ കിക്ക് കഷ്ടപ്പെട്ടാണ് എമിലിയാനോ മാർട്ടിനസ് സേവ് ചെയ്തത്. ലോ ബ്ലോക്ക് കളിക്കാൻ മാത്രമല്ല, ആവശ്യമുള്ളപ്പോൾ ഒന്നാന്തരം ഫ്രീ ഫ്ലോയിങ് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാനും കഴിയുമെന്ന് അവർ കാട്ടിത്തരുകയാണ്. അവസാന മിനിറ്റ് വരെ തളരാത്ത ഒരു പോരാട്ട വീര്യം.